ഇത് നാസ്ഡാക്കിൻ്റെ 4 hourly ചാർട്ടാണ്. ഞാൻ ട്രേഡിന് മുമ്പുള്ളൊരു അനാലിസിസ് വീഡിയോ പോലെ വന്നതാണ്. സോ നമുക്ക് ആദ്യം ബയേഴ്സ് ഇനി ഉണ്ടാവാൻ പോകുന്ന ഒരു സെഷനിലേക്ക് നോക്കാം. ബയേഴ്സ് മിക്കവാറും ഉണ്ടാകുക ഈ ഒരു ലെവലിലായിരിക്കും. നമുക്ക് ക്യാൻഡിൽ ക്ലോസിൽ തന്നെ സപ്പോർട്ട് വരയ്ക്കാം. സോ ഇവിടെ ആയിരിക്കും ബയേഴ്സ് ഇനി സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ സംഭവിക്കണമെന്ന് നോക്കാൻ വേണ്ടി കുറച്ചും കൂടി സൂം ഇൻ ചെയ്ത് നോക്കുക. നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ലോവർ ലോസും ലോവർ ഹൈസും ഉണ്ടാക്കുന്നതാണ്. നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് ഇനി ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഒരു സ്വിങ് ഹൈ ട്രെൻഡിങ് ആയതുകൊണ്ട് നമുക്കൊരു സ്വിങ് ഹൈയും സ്വിങ് ലോയും ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതൊരു സ്വിങ് ഹൈ ആണ്, ഇതൊരു സ്വിങ് ലോ ആണ്. സ്വിങ് ലോ, ഇതൊരു സ്വിങ് ലോ ആണ്. ഇതൊരു സ്വിങ് ഹൈ ആണ്. സോ നമുക്ക് വൺസ് ഈ സ്വിങ് ലോ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു പുഷ് വന്നു കഴിയുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ലെവലിൽ ഒന്ന് റീടെസ്റ്റ് ചെയ്യാനാണ്. ഇപ്പോൾ ലണ്ടൻ സെഷനാണ്. നമുക്ക് US സെഷനിൽ എങ്ങനെ ഇത് പ്ലേ ഔട്ട് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് 15 മിനിറ്റ്സിലേക്ക് ഒന്നുകൂടി പോയിട്ട് എൻട്രി വരുമ്പോൾ തിരിച്ചിത് ഇവിടേക്ക് വന്ന് റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബിയറിഷ് ആയിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഷോർട്ട് ചെയ്യാം, ഇവിടെ സെല്ല് ചെയ്യാം. നമ്മുടെ ടാർഗറ്റ് നമുക്ക് വെക്കാൻ പറ്റുന്നത് നേരത്തെ ബയേഴ്സുള്ള സോൺ എന്ന് പറഞ്ഞില്ലേ, അത് കുറച്ച് ലോങ് ടാർഗറ്റാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു നല്ല സ്ക്രിവാട്ട് റേഷ്യോ ഉണ്ടാവും നമുക്കിവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ എന്തായാലും ഇവിടം വരെ ഇത് ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് കണ്ടിന്യൂഷൻ ട്രെൻഡ് തന്നെയാണെങ്കിൽ ഇവിടം വരെ പോകാൻ സാധ്യതയുണ്ട്. സോ അവിടെ ടാർഗറ്റ് വയ്ക്കുക. ടാർഗറ്റ് ഇന്ന് തന്നെ അടിക്കണമെന്നില്ല, ചിലപ്പോൾ നാളെ അടിക്കത്തുള്ളൂ അല്ലെങ്കിൽ മറ്റന്നാളെ അടിക്കത്തുള്ളൂ. സോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത് ഇവിടെ ആ 15 മിനിറ്റ്സ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞിട്ട് 15 മിനിറ്റ്സ് ക്യാൻഡിൽ അതിൻ്റെ സ്വിങ്ങിൻ്റെ ഹൈലിടുക. അപ്പോൾ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ. ചിലപ്പോൾ US സെഷനിൽ ഇങ്ങനെയൊരു റിട്രേസ്മെൻറ്റ് പോലും തരാണ്ട് നേരെ ഡംപ് ആവാൻ സാധ്യതയുണ്ട്. അതൊക്കെ സെല്ലിംഗ് പ്രഷർ പോലെ ഇരിക്കും. സോ നമ്മൾ എൻ്റർ ചെയ്യുക, നമുക്കിത് മാത്രമല്ലേ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണമെന്ന് മാത്രമാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ എൻ്റർ ചെയ്യണത് ഇവിടെ റീടെസ്റ്റ് ചെയ്താൽ മാത്രം ആണ് നമ്മൾ എൻ്റർ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കയറുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല ട്രേഡ്സ് എടുക്കാൻ പറ്റും, ചീത്ത ട്രേഡ്സ് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ ശരി, നമുക്ക് US സെഷനിൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം.